വൈ ദേ ആർ ഡൂയിങ് ദ ബിസിനസ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയും, നമ്മളത് നീയത്തുണ്ടാകല്ലോ. ഇതൊരു റിയാലിറ്റി എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു 90% ഓണ്ടർപ്രണേഴ്സ് ശരിക്കും ഒരു ഫ്രീഡത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. ഓരോ കച്ചവടം എന്നുള്ള ലെവലിലാണ് പലരും ബിസിനസ്സിനെ കാണുന്നത്. ഒരു റിയൽ ഓണ്ടർപ്രണറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളില്ലാണ്ട് നമ്മളെ എല്ലാ പരിപാടികളും നടക്കുന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിനെപ്പറ്റി പലരും ആലോചിക്കുക പോലുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു 9 to 5 ജോബ് എന്നുള്ള എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബിസിനസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് അവർ ഈ 10%ലേക്ക് വരുന്നില്ല? മെയിനായിട്ട് 3 കാര്യങ്ങളിൽ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകുന്നതാണ്. വൈ ദേ ആർ ഡൂയിങ് ദ ബിസിനസ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയും, നമ്മളത് നീയത്തുണ്ടാകല്ലോ. അപ്പോൾ ഞാൻ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാനാണോ? ആണെങ്കിലൊക്കെ അതാണ് എൻ്റെ നീയത്ത്. അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു നീയത്തിലേക്ക് എത്തുന്നതായിരിക്കും. ശരിക്കും അവിടെ എത്തുമ്പോഴാണ് ഒരു ട്രൂ സക്സസ് നമ്മൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങളെ നീയത്ത്, നിങ്ങളെ ഇൻറ്റൻഷൻ ഫുൾഫിൽ ആയോ, അവിടെയാണ് നമ്മൾ സക്സസ്. അതായത് ബിസിനസ്സിൽ സിസ്റ്റം ബിൽഡ് ചെയ്യുമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാക്കണം. നിങ്ങളിലാണ് ആദ്യം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളിലാണ് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കേണ്ടത്. നിങ്ങളിലാണ് നിങ്ങൾ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത്. വൺസ് നമ്മളത് ചെയ്യുമ്പോൾ നമ്മളൊരു പ്യുവർ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരും. ആ സിസ്റ്റമാണ് നിങ്ങളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നത്, ഈ 10%ലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാനടക്കം എൻ്റെ ബിസിനസ് തുടങ്ങിയ സമയത്തും നമ്മൾ ആ സാധനത്തിലേക്ക് എത്താൻ കുറേ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ വൺസ് നമ്മളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു അലൈൻമെൻറ്റിലായിരിക്കും. അവിടെ നിന്നാണ് നമ്മുടെ ട്രൂ ഫ്രീഡം തുടങ്ങുന്നത്.